ഉപതെരഞ്ഞെടുപ്പ് മറ്റ് തിരഞ്ഞെടുപ്പുകളെ പോലെ തന്നെ വളരെയേറെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ വഴി തന്നെ നടന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. പക്ഷേ എന്നാൽ ഈ തിരഞ്ഞെടുപ്പിനെ അതിൻ്റെ പ്രചാരണത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ആദ്യമല്ല, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ, അതിൽ വിശിഷ്യ പാലക്കാട്, ഒരു പരിധിവരെ ചേലക്കരയും, പിന്നെ വയനാട് വേണ്ടത്ര എന്ത് ചെയ്തിട്ടില്ല, അത്ര ചർച്ചയായിട്ടില്ല. അതിലുണ്ടായ ചർച്ചകൾ, അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് വന്ന രീതികൾ, അതിലെ പ്രചാരണ വിഷയങ്ങൾ, ഏതുവരെയെന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിയുന്നത് വരെ, റിസൾട്ട് കഴിയുന്നത് വരെയുള്ള സംഭവങ്ങൾ, റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള വിലയിരുത്തലടക്കം എടുത്തു നോക്കിയാൽ നമുക്കൊരു ഒരു ഖേദവും സന്തോഷവും രണ്ടും ഒരുമിച്ചുള്ളൊരവസ്ഥയാണ് അതിനെപ്പറ്റി നമുക്ക് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു സംഭവം. അതിൽ ഖേദകരം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ചർച്ചയാകേണ്ടത് കൃത്യമായി രാഷ്ട്രീയമാണ്, വികസനമാണ്. ആ ഒരു പരിസരത്തു നിന്ന് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഗതി. അതായത് ഒരു തെരഞ്ഞെടുപ്പ് വരിക എന്ന് പറഞ്ഞാൽ അവരുടെ ശരിക്കും ഡിസ്കഷൻ വരേണ്ടത് എന്താ, അവിടെയുള്ള വികസനം, അതുപോലെ തന്നെ മാനുഷികമായ പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇഷ്യൂസുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അത് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഓഡിറ്റിങ്, അതിൽ ഇനി പ്രതിപക്ഷത്തിന് അതിലെന്താണ് തിരുത്തു പറയാനുള്ളത് എന്നുള്ളത്, അവരുടെ ആ നിലക്കുള്ള വാഗ്ദാനങ്ങൾ എന്താണെന്നുള്ളത്, അങ്ങനെ ജനബന്ധിതമായി ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് പോകുന്നതാണ് ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഒട്ടുമേ ഉണ്ടായില്ല. അതിന് പകരം തീർത്തും ചർച്ചയായത് ഈ വർഗീയത തന്നെയാണ്. വർഗീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് കലുഷിതമായിരുന്നു യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പ് എന്നതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇതിൽ സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, എല്ലാവരും പ്രതീക്ഷിച്ചൊരു വിഷയം എന്താ, നേരത്തെ ഷാഫി പറമ്പിൽ മത്സരിച്ച സമയത്ത് വളരെ നേരിയ ഒരു മാർജിനാണ് അദ്ദേഹം ജയിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ള ഒരു ആശങ്ക മതനിരപേക്ഷ നിലപാടിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇതെങ്ങോട്ട് എടുക്കും എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി എന്ത് ചെയ്തു, ഒരു മതനിരപേക്ഷ രംഗത്തുള്ള ഒരു കക്ഷി അഥവാ കോൺഗ്രസ് എന്ത് ചെയ്തു, ജയിച്ചു. അത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ എന്താ വെച്ചാൽ BJP എന്ത് ചെയ്തില്ല, അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ല എന്നുള്ള കാര്യത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം സന്തോഷമുള്ളത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഈ വർഗീയത തന്നെ രാവും പകലും ചർച്ച ചെയ്തു. അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടും പാലക്കാട്ടെ മതനിരപേക്ഷ മനസ്സുള്ള, ഈ രാജ്യം നിലനിൽക്കണമെന്ന അഭിപ്രായമുള്ള വോട്ടർമാരെ ആ വർഗീയതയൊന്നും സ്വാധീനിച്ചില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ സ്പോട്ട്ലൈറ്റ് പാലക്കാടുള്ള ആ വോട്ടർമാരെ പ്രത്യേകം സല്യൂട്ട് ചെയ്യണം, അഭിനന്ദിക്കണം. കാരണം ഇങ്ങനെയൊക്കെ പുകച്ച് പുറത്തേടിക്കാൻ നോക്കിയിട്ടും അവരുടെ വർഗീയത എന്ത് ചെയ്തിട്ടില്ല, അവിടെ വർക്കൗട്ടായില്ല എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അത് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നല്ല ചില ദിശാസൂചകങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. വർഗീയത ഇളക്കി വിട്ടതുകൊണ്ട് മാത്രം എന്ത് ചെയ്യൂല, ഒരിക്കലും ഇവിടെ ജയിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതിന് ഒരു മുന്നറിയിപ്പ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾക്കും ഈ വിഷയത്തിലൊരു തിരിച്ചറിവ് വേണമെന്നാണ് എനിക്ക് പറയുന്നത്. കാരണം മാധ്യമങ്ങൾ ശരിക്ക് അതിനെ വിഷയത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അതായത് ഇവിടുത്തെ വികസനം, മാനുഷിക പ്രശ്നങ്ങൾ, അവിടെയൊക്കെ കർഷകരൊക്കെ അനുഭവിക്കുന്ന, നെൽകർഷകരൊക്കെ അനുഭവിക്കുന്ന എത്ര ഇഷ്യൂസുകളുണ്ട്, അതിലേക്ക് ചർച്ച കൊണ്ടുവന്ന് അതിൽ പ്രതികരിപ്പിക്കുക, നിർബന്ധിതരാക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ മാധ്യമങ്ങൾ അവരുടെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി അവർ ഈ വർഗീയതയുടെ പരാമർശങ്ങളും ആ നിലക്കുള്ള ചോദ്യങ്ങളും ആ വിഷയത്തിൽ തന്നെ പ്രതികരിപ്പിക്കാനുള്ള ശ്രമം, അതിനുള്ള മത്സരമാണ് മാധ്യമങ്ങളുടെ രംഗത്തും കണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾക്കും ഇതിലൊരു പാഠം. അവർ റേറ്റിങ്ങിലാണ് നോക്കുന്നത്, അവരുടെ നിലനിൽപ്പിലാണ് നോക്കുന്നത്, രാജ്യത്തിൻ്റെ നിലനിൽപ്പിലല്ല. അതാണ് ഇപ്പോൾ അതിൽ നമുക്കൊരു സമീപനമായിട്ട് പറയണം.